റേഷൻ വിതരണത്തിലും മസ്റ്ററിംഗിലും സംസ്ഥാന സർക്കാർ ഏജൻസിയായ IT മിഷനെ ഒഴിവാക്കുന്നു. ഈ പോസ്റ്റ് സേവനങ്ങൾ കൃത്യമായി നൽകാൻ IT മിഷന് ശേഷിയില്ല എന്ന് വിലയിരുത്തിയാണ് പൊതുവിതരണ വകുപ്പ് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ജൂൺ 1 തുടങ്ങുന്ന ട്രയൽ റൺ വിജയിച്ചാൽ റേഷൻ വിതരണത്തിലെ സാങ്കേതിക സേവനം മുഴുവൻ കേന്ദ്ര ഏജൻസിയായ NICക്ക് പോകും. റേഷൻ വിതരണം തടസ്സപ്പെട്ടും മസ്റ്ററിംഗ് മുടങ്ങിയും സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം ആകെ പ്രതിസന്ധിയിലായതോടെയാണ് സർക്കാരിൻ്റെ മനംമാറ്റം. റേഷന്റെ ചുമതലയുള്ള സംസ്ഥാന സർക്കാർ ഏജൻസിയായ IT മിഷൻ ഇക്കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമെന്നാണ് പൊതുവിതരണ വകുപ്പിന്റെ വിലയിരുത്തൽ. പലതവണ മുടങ്ങിയ റേഷൻ മസ്റ്ററിംഗ് ആണ് ഒടുവിലെ ഉദാഹരണം. കേന്ദ്ര സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ടായിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ് തകരാറാണെന്ന് ചുരുക്കി പറയുമെങ്കിലും ശരിക്കും തകരാർ IT മിഷനാണെന്ന നിലപാടിലാണ് പൊതുവിതരണ വകുപ്പ്. റേഷൻ വിതരണത്തിനുള്ള പോസ്റ്റിൽ ആധാർ സ്ഥിരീകരണം അടക്കമുള്ള സാങ്കേതിക സേവനങ്ങൾ നൽകുന്നത് IT മിഷനാണ്. IT മിഷൻ സെർവറിലെ ശേഷിക്കുറവും സാങ്കേതിക പ്രശ്നങ്ങളും നിരവധി തവണ ശ്രമിച്ചിട്ടും പരിഹരിക്കാനായില്ല. മസ്റ്ററിംഗ് കൂടി മുടങ്ങിയതോടെ കേന്ദ്ര ഏജൻസിയായ NICയെ സർക്കാർ സമീപിച്ചു. ജൂൺ 1 മുതൽ NIC ട്രയൽ റൺ തുടങ്ങും. ട്രയൽ റൺ വിജയിച്ചാൽ ചുമതല പൂർണ്ണമായി NICക്ക് കൈമാറാനാണ് നീക്കം. IT മേഖലയിൽ സംസ്ഥാന സർക്കാർ വൻ കുതിപ്പ് നടത്തുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴാണ് റേഷൻ ചുമതലയിലെ വീഴ്ച. സംസ്ഥാന സർക്കാർ ഏജൻസിയായ IT മിഷനെ മാറ്റി കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരുന്നത് അക്ഷരാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിനും നാണക്കേടാണ്. റിപ്പോർട്ടർ ആദിൽ പാലോട്ട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. ആദിൽ പാലോടാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ആദിൽ പാലോട് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. ഈ മസ്റ്ററിംഗ് പാളി, അതുപോലെ തന്നെ പോസ്റ്റ് മെഷീൻ തകരാറിലായി, അങ്ങനെ പല പല പരാതികൾ ഈ സെർവർ കംപ്ലൈന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടർച്ചയായി നൽകുന്നതാണ്. അതിനൊരു സ്ഥിര പരിഹാരം എന്ന നിലയിൽ മറ്റൊരു വഴിയുമില്ല, ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന് കണ്ടെത്തുകയാണോ സർക്കാർ? അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ ചുവടുമാറ്റം? വെരി ഗുഡ് മോർണിംഗ് സുജയ. അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം നിരന്തരം പണിമുടക്കുകയാണ് ഇപ്പോൾ സംവിധാനം. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിർദ്ദേശമുണ്ടായിട്ടും കേരളത്തിന് മാത്രം മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇത് സംബന്ധിച്ച് കേന്ദ്രവുമായി ആശയവിനിമയം നടത്തി വരികയുമാണ്. മസ്റ്ററിംഗ് മാത്രമല്ല, സാധാരണഗതിയിലുള്ള റേഷൻ വിതരണം പോലും പലപ്പോഴും മുടങ്ങുകയും പിന്നീട് അധിക സമയം അനുവദിക്കുകയും ഒക്കെ ചെയ്ത വാർത്തകൾ നമ്മൾ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന നിലപാടിലേക്ക് പൊതുവിതരണ വകുപ്പ് എത്തുന്നു. സ്ഥിരം തലവേദനയായി ഈ കാര്യം, ഈ സെർവർ തകരാർ മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇത് പരിഹരിക്കാൻ IT മിഷന് ശേഷിയില്ല എന്നതാണ് വിലയിരുത്തൽ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസിയായ NICയെ കൊണ്ടുവരാൻ ഇപ്പോൾ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ പൂർത്തിയായ ഒരു ധാരണയുമായിട്ടുണ്ട്. ജൂൺ 1 മുതൽ, അടുത്ത മാസം 1-ാം തീയതി മുതൽ റേഷൻ വിതരണത്തിൻ്റെ ട്രയൽ റൺ NICയുടെ നേതൃത്വത്തിൽ തുടങ്ങും. അതിനുശേഷം അത് വിജയിക്കുകയാണെങ്കിൽ പൂർണ്ണമായി പോസ്റ്റ് സംവിധാനത്തിലുള്ള ആധാർ ഓതന്റിക്കേഷൻ, ഒപ്പം EKYC അടക്കമുള്ള സേവനങ്ങൾ NICയുടെ മേലിലാകും ഉണ്ടാവുക. അതിൻ്റെ ചുമതല NICക്ക് കൈമാറാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലതരത്തിൽ കേരളം IT മേഖലയിൽ വലിയ കുതിപ്പൊക്കെ നടത്തുന്നു എന്ന് അവകാശപ്പെടുകയും നമ്മൾ പലപ്പോഴും അഭിമാനം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് IT മിഷൻ ഈ കാര്യത്തിൽ പൂർണ്ണ വീഴ്ചയായി മാറുന്നത് എന്നതാണ്. സംസ്ഥാന സർക്കാരിലെ ഒരു വകുപ്പിന് തന്നെ IT മിഷനെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവരാനുള്ള നീക്കവും തുടങ്ങിയിരിക്കുന്നു. സുജയ, ഇതിലൊരു കാര്യം ചോദിക്കട്ടെ ആദിൽ. IT മിഷനെ പൂർണ്ണമായി ഒഴിവാക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നത് കൂടി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഓരോ വകുപ്പിലും ഉള്ള ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ IT വകുപ്പിന് കീഴിലാണെങ്കിൽ കൃത്യമായി വൈദഗ്ധ്യം ഉണ്ടോ എന്നുള്ളത് കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നുണ്ട്. വൈദഗ്ധ്യമുള്ളവർ മാത്രമാണ് മേൽത്തട്ടിലേക്ക് എത്തുന്നതും. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഈ ശേഷി പരിശോധനാ സംവിധാനങ്ങൾ, വൈദഗ്ധ്യത്തിലെ അപാകതകൾ കണ്ടെത്തൽ, അതൊന്നും ഉണ്ടാകാതെ പോകുന്നത്? അങ്ങനെ ഒഴിവാക്കുന്നതിന് പകരം അതിനുള്ളിൽ സംഭവിക്കുന്നത് എന്താണ് എന്നത് കൂടി കണ്ടറിഞ്ഞ് തിരുത്താൻ സർക്കാർ തയ്യാറാകുമോ? ഉറപ്പായും വേണം. അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ അവസാനത്തെ ഘട്ടം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കാരണം ഉദ്യോഗസ്ഥർ തന്നെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർക്കാർ ജീവനക്കാരും തന്നെ സമ്മതിക്കുന്നുണ്ട്, IT മിഷന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. IT മിഷനിലെ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഒരു ശേഷിക്കുറവുണ്ട് എന്നത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. സംസ്ഥാനത്ത് വലിയ രൂപത്തിൽ പ്രവർത്തിക്കുന്ന IT സംവിധാനങ്ങൾ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് IT മിഷന് ഇത്തരത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നു, തകരാറുകൾ പരിഹരിക്കാൻ കഴിയുന്നില്ല? പലതരത്തിലാണ് ഈ സെർവർ തകരാർ ഉണ്ടാകുമ്പോൾ പലതരം ന്യായങ്ങളും കാരണങ്ങളുമാണ് ഈ IT മിഷൻ പറയുന്നത്. സെർവർ ശേഷിക്കുറവുണ്ട്, ശേഷിക്കുറവ് പരിഹരിക്കാൻ നടപടിയുണ്ടായി, പക്ഷേ അപ്പോഴും പ്രതിസന്ധി ഉണ്ടായി. ഇത്തരത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. IT മിഷന് ഒരു തരത്തിലും ഇത് പരിഹരിക്കാൻ കഴിയാത്തൊരു പശ്ചാത്തലവും സാഹചര്യവുമുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഈ ഒരു തീരുമാനം പോകുമ്പോഴും
സുജയ പറഞ്ഞ ചോദ്യം പ്രസക്തമാവുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് സർക്കാർ വകുപ്പുകളും പ്രത്യേകിച്ച് IT വകുപ്പും ഉത്തരം പറയേണ്ടി വരും. സുജയ. ഓക്കെ, ഇക്കാര്യത്തിൽ നമുക്ക് തുടർ വാർത്തകളിലേക്ക് പോകാം. ബ്രേക്കിംഗ് അവേഴ്സിലേക്ക് നമുക്ക് മന്ത്രിയെ അടക്കം ബന്ധപ്പെടണം. ഇപ്പോൾ നമ്മൾ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. അതിൽ ഈ വാർത്തയിൽ തുടരുക. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷനൊക്കെ പലതവണ ഈ പ്രശ്നം, അത് കാർഡ് ഉടമകൾക്കുണ്ടാക്കുന്ന അസൗകര്യം, അതേക്കുറിച്ചൊക്കെ പലതവണ പരാതിപ്പെട്ടതാണ്. പല രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ വാർത്ത, റേഷൻ വിതരണം മുടങ്ങി എന്നുള്ളത് മാസത്തിൽ 1 എന്ന കണക്കിൽ അതിശയോക്തിയല്ല ഞാൻ പറയുന്നത്. ആ രീതിയിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഈ പ്രശ്നം ഈ റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്നത്. മസ്റ്ററിംഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ മാസങ്ങളിൽ മസ്റ്ററിംഗ് എന്ന പേരിൽ കുറേ ദിവസം മസ്റ്ററിങ്ങും റേഷൻ വിതരണവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കി, കഴിഞ്ഞില്ല. സാങ്കേതിക തടസ്സമുണ്ടായി. അതിനുശേഷം ചില ജില്ലകൾക്ക് മാത്രം എന്ന നിലയിൽ അത് പരിമിതപ്പെടുത്തി. അപ്പോഴും ഈ പ്രതിസന്ധി ഉണ്ടായി. ഒടുവിൽ മസ്റ്ററിംഗ് മാത്രം നടത്താം, റേഷൻ വിതരണം പിന്നീടാക്കാം എന്ന തീരുമാനം വന്നിട്ട് പോലും ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നതാണ് വസ്തുത. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യം ആ സമയത്ത് ഉയർന്നിരുന്നു. ഇത് പ്രധാന പ്രശ്നം IT മിഷനാണ്. IT മിഷന്റെ കെടുകാര്യസ്ഥതയും കൃത്യതയില്ലായ്മയുമാണ്, ശേഷിക്കുറവുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് വ്യക്തമാവുകയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസിയായ NIC-യെ കൊണ്ടുവരുന്നു. NIC-ക്ക് ഈ റേഷൻ വിതരണത്തിൽ ചെറിയൊരു പങ്കുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേഷനും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നത് NIC-യാണ്. പക്ഷേ ഈ സെർവറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആധാർ ഓതന്റിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുഴുവനായി കൈകാര്യം ചെയ്യുന്നത് IT മിഷനാണ്. ഈ IT മിഷന്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പാളി ഇരിക്കുന്നു എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നത്. പല തവണ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇതൊന്ന് പരിഹരിക്കണമെന്ന്. ഒടുവിൽ ഇപ്പോൾ ഒരു കർശനമായൊരു നിർദ്ദേശത്തിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇങ്ങനെ തുടർന്നാൽ കഴിയില്ല എന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരോട് ഇക്കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. വേണമെങ്കിൽ NIC-യെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ കൂടി ആ ഒരു നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് NIC-യിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. കേന്ദ്ര ഏജൻസിയെ ചുമതലപ്പെടുത്തിയാൽ ഒരു പരിധിവരെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സംസ്ഥാന പൊതുവിതരണ വകുപ്പിനുള്ളത്. സുജിയ. ഓക്കെ, താങ്ക് യു ആദിൽ പാലോട്.